ഇന്നലെയാണല്ലോ SSLCയുടെ റിസൾട്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ കൊന്നുകളഞ്ഞു എന്ന് വെച്ചാൽ മാനസികമായി അവരെ തകർത്തിക്കളഞ്ഞു, അവരെ ഹൃദയത്തെ കൊന്നുകളഞ്ഞു. ചില ആളുകൾ പറയുന്ന വാക്കുകൾ, കമൻറ്റുകൾ, ഒന്നോ രണ്ടോ വിഷയത്തിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ അവരെ കളിയാക്കലും പരിഹസിക്കലും കുത്തുവാക്ക് പറയലും, പോയിക്കോ പണിക്ക്. ചില ആൺകുട്ടികളൊക്കെ പറയുന്നത് ഇനി പണിക്ക് പോയിക്കോ, മതി, ഇനി നീ പഠിക്കില്ല, ഇനി എന്നെ കൊണ്ട് കഴിയില്ല, അങ്ങനെയുള്ള വാക്കുകൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടിയാകട്ടെ, കുടുംബത്തിലെ കുട്ടിയാകട്ടെ, അയൽപക്കത്തെ കുട്ടിയാകട്ടെ, കുട്ടികളോട് പെരുമാറുമ്പോൾ നല്ല രീതിയിൽ പെരുമാറാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഏതൊരു കുട്ടിയോടും നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറും, അവർക്ക് വലിയൊരു ഭാവി മുമ്പിൽ കണ്ടുകൊണ്ട് കുട്ടികളെ കാണുക. ഭാവിയിൽ വലിയൊരാളാണ്ട വ്യക്തിയാണ് ഈ കുട്ടിയെന്ന് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അവരോട് സംസാരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്വഭാവം നല്ല രീതിയിലുള്ള സംസാരിക്കും. നാളൊരു MLA ആണ്ട വ്യക്തിയാണ്, നാളൊരു മന്ത്രി ആണ്ട വ്യക്തിയാണ് ഈ കുട്ടി, എന്നാലും നാളെ വലിയൊരു ഓഫീസർ, ഒരു പോലീസോ അല്ല IAS IPS ഓഫീസറാണ്ട വ്യക്തിയാണ് ഈ കുട്ടിയെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കുട്ടികളോട് സംസാരിക്കുക. അപ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പോലും അറിയാതെ കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറിപ്പോവും. കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറണം, അതാവശ്യമാണ്. ചില ആളുകൾക്ക് അത് അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ചില ആളുകൾക്ക് അറിയില്ല. ചില കുട്ടികൾ, ചില മാതാപിതാക്കൾ അവരെ അടിക്കുന്ന രംഗമൊക്കെ കണ്ടാൽ തോന്നും, എന്തോ അവർക്കെന്തോ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ആരോ ഇങ്ങനെ കൊടുത്ത്. അങ്ങനെയല്ല, നമ്മുടെ അനിശ്ചയം തീർക്കാൻ, നമ്മുടെ വേദന തീർക്കാൻ, നമ്മുടെ പ്രയാസം മാറാൻ, നമ്മുടെ ഓഫീസിൽ നമ്മൾ ജോലി സ്ഥലത്ത് ആ പ്രഷർ ഉണ്ടല്ലോ, അതൊന്ന് തീർക്കാൻ വേണ്ടിയല്ല കുട്ടികൾ അടിക്കേണ്ടത്. ചില ആളുകൾ അയൽപക്കത്തുള്ള ആളുകളുടെ ദേഷ്യ, ചില ആളുകളുടെ കുടുംബത്തിൽപ്പെട്ട മറ്റുള്ള ആളുകളുടെ ദേഷ്യ, അത് തീർക്കാൻ വേണ്ടിയാണ് കുട്ടികൾ അടിക്കുന്നത്. അത് തീരോളം ചില ആളുകളുടെ അടിക്കും. ഈ അടുത്ത കാലത്ത് ഒരു മാതാവ് ഒരു കുട്ടി അടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും കുട്ടി അടിക്കരുത്. ആ സമയത്ത് നിങ്ങൾ അടിക്കാനേ പാടില്ല. എന്തെങ്കിലും വലിയ അവർ തെറ്റ് ചെയ്താൽ തന്നെ ഒന്നോ രണ്ടോ അടി ചെറിയ രീതിയിൽ, എൻ്റെ പിതാവിനെ അടിച്ചല്ലോ, മാതാവിനെ അടിച്ചല്ലോ എന്നൊരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു ചുട്ടൊക്കെ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത്രേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ കുറ്റപ്പെടുത്തുന്നവരല്ല കൂടെ നിൽക്കുന്നവരാണ് നമ്മളാകേണ്ടത്. ചില ആളുകൾ കുറ്റപ്പെടുത്തും കുട്ടികളെ, നിനക്കൊന്നും പറ്റില്ലടാ, അങ്ങനെയാണ് ഇങ്ങനെ ഇകത്തുന്ന ഭയങ്കര നെഗറ്റീവായ സംസാരങ്ങൾ അവരോട് നൽകും. അവരെ ഭയങ്കരമായി അത് ബാധിക്കും. നമുക്കറിയില്ല, ഒരു സംസാരം കൊണ്ടാണ് ഭയങ്കരമായി ബാധിക്കുന്ന അവസ്ഥയുണ്ടാകും കുട്ടികൾക്ക്. അവരെ പ്രോത്സാഹിപ്പിക്കുക, നല്ല നല്ല വാക്കുകൾ പറയുക. അവരെ നെഗറ്റീവ് വാക്കുകൾ അല്ല, പോസിറ്റീവ് വാക്കുകൾ പറയുക. അവരോട് നല്ല നല്ല വാക്കുകൾ പറയുക. ഏതൊരു വളർച്ചയിലെത്തിയ ആളുകളോട് നിങ്ങൾ നോക്കിക്കോളൂ, അവരുടെ പിന്നെ ഒരു മെൻറ്റർ ഉണ്ടാവും, ഒരു വഴികാട്ടി ഉണ്ടാവും അവർക്ക്. ചിലപ്പോൾ അധ്യാപകനാകാം, മാതാപിതാക്കളാകാം, ജ്യേഷ്ഠനാകാം, നല്ലൊരു മെൻറ്റർ ഉണ്ടാവും അവരുടെ പിന്നിൽ. അതുപോലെ നല്ലൊരു മെൻറ്ററാകാൻ നമ്മൾ ശ്രമിക്കുക. നല്ല നല്ല ഉപദേശങ്ങൾ നൽകുക, ആവശ്യത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ നിൻ്റെ പ്ലാൻ എന്താണ്, നീ വലുതാകുമ്പോൾ എന്താകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവരോട് ചോദിക്കുക. അതിനനുസരിച്ചുള്ള പ്രവർത്തികളിലേക്ക് അവരെ വിടുക. ചില SSLC കഴിഞ്ഞ കുട്ടികൾക്ക് പോലും, +2 കഴിഞ്ഞ കുട്ടികൾക്ക് പോലും അറിയില്ല താൻ എന്താകണമെന്ന്. ഇതുവരെ അവർക്കറിയില്ല. അവർ തീരുമാനിച്ചിട്ട് അങ്ങനെ ആകരുത്. അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്താകണം, അതിനനുസരിച്ചുള്ള പ്ലാനുകൾ നീ ചെയ്യുക, അതിനനുസരിച്ച് പഠിക്കുക. ഒരു പെന്ന് വാങ്ങുമ്പോൾ പോലും നീ ശ്രദ്ധിക്കുക. നാളെ ഇന്ന് വലിയൊരു നിലയിലെത്തേണ്ട കുട്ടിയായി മാറട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിക്കാനും വിജയിക്കാനും അവർക്ക് സാധിക്കട്ടെ.